ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷന് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആണ്. അപ്പം നമുക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഐഷ പറഞ്ഞായിരുന്നു, അപ്പോൾ ബാക്കി പറയാം. ഓക്കെ, ഡയബറ്റിക് കീറ്റോസിഡോസിസ് മെഡിക്കൽ എമർജൻസി കണ്ടീഷൻ ആണ്. ഇത് ഒപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിസ് സ്കൂളിലും കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിലാണ്. പിന്നെ ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ ഒക്കെ വന്നാൽ മാത്രമേ ടൈപ്പ് 2 കാണത്തുള്ളൂ. അപ്പം നമുക്കറിയാലോ ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിൽ എന്താ സംഭവിക്കുന്നത്? ബീറ്റാ സെൽസ് എല്ലാം ഡിസ്ട്രോയിഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ബീറ്റാ സെൽസ് എല്ലാം ഡിസ്ട്രോയിഡ് ആയിട്ടിരിക്കുക. അപ്പം ഇൻസുലിൻ ഡെഫിഷ്യൻസ് ആണെന്ന് അറിയാലോ. അപ്പൊ ഇൻസുലിൻ വേണം നമ്മുടെ ഗ്ലൂക്കോസിനെ ഓരോ സെൽസിലോട്ട് എനർജിക്ക് വേണ്ടി അകത്തോട്ട് സെൽസിലോട്ട് എടുക്കാൻ. ഗ്ലൂക്കോസിനെ എടുക്കണമെങ്കിൽ ഇൻസുലിൻ വേണമല്ലോ. ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഹലോ അപ്പൊ ഗ്ലൂക്കോസ് കാനോട്ട് എൻ്റർ ഇൻ ടു സെൽ. ഓക്കെ, അപ്പം സെൽസിലൊന്നും നമുക്ക് അപ്പൊ എനർജി വേണം. ഓക്കെ, അപ്പം ഒന്നാം ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലഡ് ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങും. ഓക്കെ, ഭയങ്കരമായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എനർജിക്ക് വേണ്ടി ഫാറ്റ് ബേൺ ചെയ്യും. ഓക്കെ, ഫാറ്റ് ബേൺ ചെയ്ത് നമ്മുടെ ലൈപ്പോലൈസിസ് നടന്നിട്ട് ഇൻസുലിന്റെ ആക്ഷൻ എന്തുവായിരുന്നു? ഫാറ്റില് ലിപ്പിഡ്സിലെ ആക്ഷൻ എന്തോ? ഇൻസുലിന്റെ ആക്ഷൻ ഇൻഹിബിറ്റ് ലിപ്പോലൈസിസ് ഇൻഹിബിറ്റ് ചെയ്ത് ട്രൈഗ്ലിസറൈഡും ഫാറ്റ് സിന്തസിസ് ആണ് ഇൻസുലിന്റെ ആക്ഷൻ. ഇപ്പൊ ഇവിടെ ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് ലൈപ്പോലൈസിസ് നടന്നിട്ട് ഫാറ്റ് ഒക്കെ ബേൺ ചെയ്തിട്ട് ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ടാവും. അതിൽ നിന്നിട്ട് പല പല സ്റ്റെപ്സ്, ബീറ്റ ഓക്സിഡേഷൻ പോലെ ഒരുപാട് സ്റ്റെപ്പ് കഴിഞ്ഞ് കീറ്റോൺ ബോഡി ഉണ്ടാവും. ഓക്കെ, ഇതത്രയാന്ന് പറഞ്ഞതായിരുന്നു. അപ്പം ഒരു പരിധി വരെ കീറ്റോൺ ബോഡി നമുക്ക് ആദ്യം മെറ്റബോളൈസ് ചെയ്യാൻ പറ്റും. ഇത് ഇൻസുലിൻ ഡെഫിഷ്യൻസി അതേപോലെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ്. ഇതിപ്പോ കൊച്ചു കുട്ടികൾക്കല്ലേ, അപ്പൊ അവർക്ക് എപ്പോഴും ഈ ഇൻസുലിൻ എടുക്കാൻ പറയുമല്ലോ. നമ്മൾ ഈ പമ്പ് പെന്നോ ഇൻസുലിൻ വെച്ചിട്ട് എടുക്കാൻ പറയാം. അപ്പൊ അവരെന്തെങ്കിലും മിസ് ചെയ്ത് ഒരു ദിവസം എന്തെങ്കിലും പുറത്തുവല്ലം പോയിട്ടോ എടുക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ വീട്ടുകാർ ശ്രദ്ധിക്കാതെ വല്ലതും വരുന്ന സമയത്ത് ഇൻസുലിൻ എടുത്ത് കാണത്തില്ല. അപ്പോൾ ഈ സംഭവം ഉണ്ടാവുന്നത് കീറ്റോൺ ബോഡി ഒരുപാട് കൂടി ബ്ലഡിലും യൂറിനിലും കീറ്റോൺ ബോഡി ഒരുപാട് എലിവേറ്റഡ് ആവും. ഓക്കെ, പിന്നെ നമുക്കറിയാം കീറ്റോൺ ബോഡി അസിഡിക്കാന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ pH കുറയും, അസിഡോസിസ് സംഭവിക്കും. ഓക്കെ, അതേപോലെ ഈ ഒരുപാട് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടി അത് യൂറിനിൽ പോകത്തില്ലേ, ഗ്ലൈക്കോസൂരിയ സംഭവിക്കും. അപ്പം ഓസ്മോട്ടിക് ഡയോറോസിസ്, ഓസ്മോളാരിറ്റി കൂടിയിട്ട് ഓസ്മോട്ടിക് ഡയോറസ് സംഭവിക്കും. അപ്പം ഡീഹൈഡ്രേഷൻ സംഭവിക്കും, വാട്ടറും ഇലക്ട്രോലൈറ്റ്സ് എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയാൻ പോകും. മെയിൻ ആയിട്ട് ഒരു 3 പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഓർത്ത് വെച്ചാൽ മതി. 3 ഇൻഅഡിക്വേറ്റ് ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ആ കുട്ടി കറക്റ്റ് ആയിട്ട് ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ആയി ഇൻഫെക്ഷൻ, അതേപോലെ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടായി വരാം. പിന്നെ ഇൻഫാക്ഷൻ, സെറിബ്രോവാസ്കുലർ ആക്സിഡന്റോ അല്ലെങ്കിൽ MI പോലത്തെ ഇൻഫാക്ഷൻ പോലുള്ള കണ്ടീഷനിൽ വരാം. ഓക്കെ, പിന്നെ പ്രഗ്നൻസി ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്തായാലും എമർജൻസി കാഷ്വാലിറ്റിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ ഈ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സും ഈ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോൺ, കോർട്ടിസോൾ, കാറ്റക്കോളമിൻ പോലുള്ള ഹോർമോൺസും കൗണ്ടർ ആക്ടിങ് ഹോർമോൺസ് എലിവേറ്റ് ചെയ്തിട്ട് അതും ഹൈപ്പർഗ്ലൈസീമിക്ക് കാരണമാവും കേട്ടോ. അതെല്ലാം കൂടെ കൂടിയാണ് ഇത്രയും ഭയങ്കര എലിവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, സ്ട്രെസ്, ഇൻഫെക്ഷൻ, സ്ട്രോക്ക്, MI, പ്രഗ്നൻസി പോലുള്ള കുറെ കണ്ടീഷൻസ്, സർജറി എല്ലാം ചെയ്യുവാണെങ്കിൽ ഇവർക്ക് ഡയബറ്റിക് കീറ്റോസിസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് പോവാം. അപ്പം മെയിൻ ആയിട്ട് കാണുന്ന ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് നോസിയ, വോമിറ്റിംഗ്. അത് പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു ബോഡിയിൽ കീറ്റോൺ ബോഡിയുടെ എലിവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ബോഡിയിൽ, ബ്ലഡിൽ. ഓക്കെ, അത് നമ്മുടെ ബ്രെയിനിലുള്ള കീമോ ട്രിഗർ സോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് വോമിറ്റിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, നോസിയ, വോമിറ്റിംഗ് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഡീഹൈഡ്രേഷൻ, ഓസ്മോട്ടിക് ഡയോറസിസ് നടന്നിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ പോളിയൂറിയ, തേഴ്സ്റ്റ്, ഫറ്റീഗ്, വെയിറ്റ് ലോസ്, അങ്ങനത്തെ ഫീച്ചേഴ്സും കാണും. ഓക്കെ, ഇതൊക്കെ അന്ന് ഡിസ്കസ് ചെയ്താ. പിന്നെ ഒരു ഫീച്ചർ പറയുന്നത് അബ്ഡോമിനൽ പെയിൻ. അബ്ഡോമിനൽ പെയിന്റെ കോസ് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ അബ്ഡോമിനൽ പെയിൻ കാണുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അബ്ഡോമിനൽ എമർജൻസി കണ്ടീഷൻ, അക്യൂട്ട് അബ്ഡോമിനലോ ആണെന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. പിന്നെ ചില സമയത്ത് കീറ്റോൺ ബോഡി ഒരുപാട് കൂടിയ ഈ കീറ്റോൺ, ഈ പ്രോട്ടോൺ അല്ലേ, ആസിഡ് ആണെന്ന് പറഞ്ഞില്ലേ, അത് ബ്രെയിനിലൊക്കെ എത്തിയിട്ട് എൻസെഫലോപ്പതി ഒക്കെ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അപ്പം ഡെലീറിയം, കോൺഷ്യസ്നെസ് കുറയും, സ്റ്റ്യൂപ്പർ, കോമ, ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിലോട്ട് പോവാം. അപ്പം നമ്മൾ ആദ്യം വിചാരിക്കും ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിക്കും പേഷ്യന്റ് വരുന്ന കണ്ടീഷൻ. പിന്നെ നമ്മൾ പേഷ്യന്റിനെ നമ്മൾ എക്സാം ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് ഒക്കെ ഭയങ്കര എലിവേറ്റഡ് ആയിരിക്കും, BP ഫോൾ ആയിരിക്കും. പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഓറൽ മ്യൂക്കോസ ഒക്കെ ഡ്രൈ ആയിരിക്കും. ഓക്കെ, പിന്നെ കുട്ടി വരുമ്പോൾ തന്നെ ഭയങ്കര ശ്വാസം എടുക്കും, ഭയങ്കര റാപ്പിഡ് ബ്രീത്തിങ് ആയിരിക്കും, എയർ ഹങ്ങർ. അതെന്തുകൊണ്ടാന്ന് പറയാം. അതിനാണ് നമ്മൾ കുസ്മോൾസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബയോകെമിസ്ട്രി പണ്ട് പഠിച്ചില്ലായിരുന്നു കുസ്മോൾസ് ബ്രീത്തിങ്. കുസ്മോൾസ് അതിന് എന്തോന്ന് അറിയാവോ ആർക്കെങ്കിലും?
ഹലോ, ഇൻസ്പിറേഷന്റെ സമയത്ത് JVP കൂടുന്ന ഒരു കണ്ടീഷൻ, ഏത് കണ്ടീഷനാണെന്ന് അറിയത്തില്ല. ഇൻസ്പിറേഷൻ JVP കൂടുന്നതാണ് കുസ്മോൾ സൈൻ. ഓക്കെ, അത് ഇവിടെ അല്ല, ഇവിടെ കാണുന്ന കുസ്മോൾ ബ്രീത്തിങ്. ഓക്കെ, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു കീറ്റോൺ ബോഡി ഒക്കെ എലിവേറ്റഡ്. അപ്പൊ അസറ്റോണിന് ഒരു ഫ്രൂട്ടി ഓർഡർ സ്മെല്ല് ഉണ്ടായതുകൊണ്ട് കുട്ടിയുടെ ശ്വാസം എടുക്കുമ്പോൾ നമുക്കൊരു ഫ്രൂട്ടി ഓർഡർ ബ്രെത്ത് കിട്ടും. ഓക്കെ, കുസ്മോൾസ് ബ്രീത്തിങ് എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് പറയാം. ഞാൻ അതിന്റെ ഒരു ഇത് വീഡിയോ കാണിച്ചു തരാം. കുസ്മോൾസ് ബ്രീത്തിങ് കാണാമോ? കാണാം. അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് മെല്ലിസ് കുട്ടി യങ്ങർ ഏജിലല്ലേ വരത്തുള്ളൂ. ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ് ബ്രീത്തിങ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഷെഡിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഓർത്തിരുന്ന കുസ്മോൾസ് റെസ്പിറേഷന്റെ കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ചൊരു ഇക്വേഷൻ വെച്ചിട്ട് അവർ പറയുന്നവര്. അപ്പൊ നമ്മളറിയാം നമ്മുടെ H++ ബൈകാർബണേറ്റിക് ചേർന്ന് H2CO3 ഉണ്ടാവും. അത് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ H+ ഭയങ്കര കൂടുതലല്ലേ, കീറ്റോൺ ബോഡി അസിഡിക് അല്ലേ, അപ്പൊ പ്രോട്ടോൺസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, H+ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബൈകാർബണേറ്റ് വേണം. ബൈകാർബണേറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യും ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടി. ഓക്കെ, ബൈകാർബണേറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ബൈകാർബണേറ്റ് കുറവായിരിക്കും, H+ കൂടുതലായിരിക്കും. ബൈകാർബണേറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് HCO3 കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടി നമ്മുടെ കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വാഷ് ഔട്ട് ചെയ്ത് തരും. അപ്പം ടോട്ടലി പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. ഓക്കെ, ഈ H+ കൂടിയത് ഓർത്ത് വെച്ചേക്കണേ. H+ പ്രോട്ടോൺ അസിഡിക്, കീറ്റോൺ അസിഡിക് ആയത് കാരണമാണ് കൂടിയത്. ബൈകാർബണേറ്റ് കൺസ്യൂം ചെയ്ത കാരണം കുറഞ്ഞു. അങ്ങനെ H2CO3 ഉണ്ടായത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ട്, പക്ഷെ റെസ്പിറേറ്ററി സെന്റർ സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരുപാട് ബ്രീത്ത് ചെയ്ത് പേഷ്യന്റ് കുസ്മോൾസ് ബ്രീത്തിങ് ഒരുപാട് റാപ്പിഡ് ബ്രീത്തിങ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വാഷ് ഔട്ട് ചെയ്ത് PCO2 അവസാനം കുറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മെക്കാനിസം പറഞ്ഞാൽ H+ കൂടുതലാണ്ട് pH എന്തുമായിരിക്കും, അസിഡിക് ആവുമ്പോ കുറവായിരിക്കും, ബൈകാർബണേറ്റ് കുറവായിരിക്കും, PCO2 കൂടുതലായിരിക്കും. പക്ഷെ റെസ്പിറേറ്ററി സെന്ററിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊച്ചിങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ബ്രീത്ത് ചെയ്ത് PCO2 അല്ല കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വാഷ് ഔട്ട് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായോണ്ടല്ലേ റെസ്പിറേറ്ററി സെന്റർ സ്റ്റിമുലേറ്റഡ് ആയത്. അപ്പൊ പിന്നെ റാപ്പിഡ് ബ്രീത്തിങ് എടുക്കുമ്പോൾ നമ്മള് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തില്ലേ, അങ്ങനെ കുറയുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ സിംറ്റംസ് സയൻസ് പറഞ്ഞത്. നോസിയ വൊമിറ്റിംഗ് ഉണ്ട്, അത് എഴുതാൻ മറക്കില്ല. അപ്പൊ SIക്കകത്ത് നോസിയ വൊമിറ്റിംഗ് കാണും, അബ്ഡമൽ പെയിൻ കാണും കേട്ടോ. അബ്ഡമൽ പെയിൻ കാരണം ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, ഓർത്ത് വെച്ചേക്കണം. അബ്ഡമൽ പെയിൻ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ വല്ല പാൻക്രിയാറ്റൈറ്റിസ് വല്ല ആണെന്നൊക്കെ ഡൗട്ട് അടിക്കും. ഓക്കെ, പിന്നെ നല്ല ഫറ്റീഗും വെയിറ്റ് ലോസും, അതേപോലെ ഇൻക്രീസ് യൂറിനേഷൻ. ആദ്യം ഭയങ്കര യൂറിനേഷൻ ആയിരിക്കും, അവസാനം ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ കുറയും. ഓക്കെ, പിന്നെ ചിലപ്പോൾ ആള് ഭയങ്കര ഡ്രൗസി ആയിരിക്കും. ഈ കീറ്റോൺ ബോഡി എത്രത്തോളം എലിവേറ്റഡ് ആണ് അനുസരിച്ചാണ് ഈ സിംറ്റംസ് കൂടുന്നത്. കീറ്റോൺ ബോഡി നല്ല എലിവേറ്റഡ് ആണെങ്കിൽ ആള് ഭയങ്കര കോമയിലായിരിക്കും, ചിലപ്പോൾ വരുമ്പോൾ അലേർട്ട് ആയിരിക്കും. കീറ്റോൺ ബോഡി കുറച്ച് കൂടിയിട്ടുള്ളതെങ്കിൽ കേട്ടോ. കീറ്റോൺ ബോഡി വെച്ചിട്ടാണ് എല്ലാം പറയുന്നത്. ഓക്കെ, പിന്നെ ഇതും കുറച്ച് പിക്ചേഴ്സ് ആണ്. വോമിറ്റിംഗ് കാണും, അബ്ഡോമിനൽ പെയിൻ കാണും, റാപ്പിഡ് ബ്രീത്തിങ്, ടാക്കിക്കാർഡിയ, ഫ്രൂട്ടി ബ്രെത്ത് ഓടൻ, ഡ്രൈ മൗത്ത് ആയിരിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പൾസ് ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ടാക്കിക്കാർഡിയ. ഓക്കെ, പിന്നെ ഇത് നമ്മള് ചുമ്മാ ഓർത്തിരിക്കാൻ സാധാ റെസ്പിറേഷൻ ഇത് കാണിച്ചേക്കുന്നത് കുസ്മോൾസ് റെസ്പിറേഷൻ, കുറച്ച് ഭയങ്കര കൂടിയ ആംപ്ലിറ്റ്യൂഡ് കൂടിയ റെസ്പിറേഷൻ. ഓക്കെ, കുസ്മോൾസ് റെസ്പിറേഷൻ കൂടുതലായിരിക്കും ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് ഉടനെ കാഷ്വാലിറ്റിയിൽ വരുന്നോണ്ട് ഒരു എമർജൻസി കണ്ടീഷൻ ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ നമ്മൾ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെന്റ് എല്ലാം ഒരുമിച്ചാണ് തുടങ്ങുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ ഇതേപോലെ ഈ റെസ്പിറേഷനും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തോ ഡൗട്ട് അടിക്കും. ഈ ഡയബറ്റിക് ഇപ്പം പേഷ്യന്റ് പറയുമല്ലോ, ഇപ്പം രാവിലെ ഇൻസുലിൻ എടുക്കാൻ മറന്നുപോയി, കുട്ടി പറയുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ ഒന്ന് പറയാം ഇൻസുലിൻ എടുക്കാൻ മറന്നുപോയി. അപ്പൊ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും യൂറിൻ കീറ്റോൺ ബോഡിയും ബ്ലഡ് കീറ്റോൺ ബോഡിയും ചെക്ക് ചെയ്യാം. അപ്പൊ ഐഷാരിസ് പറഞ്ഞു യൂറിൻ കീറ്റോൺ ബോഡി അത്ര
റിലവന്റ് അല്ല, ഐ മീൻ ലേബിൾ അല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മോസ്റ്റ് ബെഡ് സൈഡ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടെസ്റ്റ് ആണ് യൂറിൻ കീറ്റോ ബോഡി കേട്ടോ. ഡിപ്സ്റ്റിക് ആന്ന് പറഞ്ഞില്ലേ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടെസ്റ്റ് ആണ് യൂറിൻ കീറ്റോ ബോഡി. അത് ചിലപ്പോൾ നോർമൽ ആവാം, പോസിറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആവാം, കുറവായിരിക്കാം. പിന്നെ ബ്ലഡിൽ കീറ്റോൺ ബോഡി നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടിറേറ്റ് ആണ്. ഇതിന്റെ വാല്യൂ പറഞ്ഞായിരുന്നു, എത്ര കുറഞ്ഞാലാ നോർമല് പറഞ്ഞായിരുന്നു? 300 less than 0.6 millimole per liter. Okay, less than 0.6 ആണെങ്കിലാണ് നോർമല്. പിന്നെ അവന് കുറെ വാല്യൂ ഒക്കെ പറഞ്ഞായിരുന്നു, 1.5 വരെ വരാം, പിന്നെ 1.5 to 3. മോർ ദാൻ 3 ആണെങ്കിൽ സിവിയർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, മോർ ദാൻ 3 സിവിയർ വാല്യൂ പഠിച്ചു വെച്ചേക്കണം, കാരണം അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, ലെസ് ദാൻ 0.6 ആണ് നോർമല്. അതിൽ കൂടുതൽ കീറ്റോൺ ബോഡി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം സിവിയറിറ്റി കൂടുമെന്നാണ് പറയുന്നത്. 8 6 ഒക്കെ വരുവാണെങ്കിൽ ഭയങ്കര സിവിയറാ. 8 9 ആ റേഞ്ചിലൊക്കെ കീറ്റോൺ ബോഡിയുടെ അളവ് കൂടുവാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കും. ഞാൻ പറഞ്ഞു, ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കിട്ടുന്ന ഒരു റേഞ്ച് പറയുവാണെങ്കിൽ 250 to 600 അത്രയും റേഞ്ച് വരെ കൂടി നിൽക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് അത്ര എമർജൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 250 to 600 വരെ കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്താണ് ഇമ്പോർട്ടൻറ്റ് സെറം ഇലക്ട്രോലൈറ്റ്. നമ്മൾ ഏത് കോമ പേഷ്യന്റ് വന്നാലും നമ്മൾ ഒരു അൺകോൺഷ്യസ് ആയ പേഷ്യന്റ് വന്നാലും നമ്മൾ സെറം ഇലക്ട്രോലൈറ്റ് ചെക്ക് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഗ്ലൂക്കോസ് ഗ്ലൈക്കോസൂറിയായി യൂറിനിൽ ഗ്ലൂക്കോസ് ഒരുപാട് കൂടുമ്പം ഗ്ലൈക്കോസൂറിയായി ഡീഹൈഡ്രേഷൻ സംഭവിച്ച് വാട്ടറും അതേപോലെ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ലോസ് ആവുമല്ലോ. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ലോസ് ആവും. അങ്ങനെയാണ് ഹൈപ്പോനെട്രീമിയും ഹൈപ്പോകലീമിയും ഉണ്ടാവുന്നത്. ഓക്കെ, ഹൈപ്പോനെട്രീമിയ ഹൈപ്പോകലീമിയ. പിന്നെ ഞാൻ ഇവിടെ ഹൈപ്പോകലീമിക്കകത്ത് കൂടുതലൊന്ന് കാണിച്ചേക്കുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്താ ഞാൻ പറയാം, കൂടാൻ കുറയാം. എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈപ്പോകലീമിയ ഇപ്പൊ ഉണ്ടാവുന്ന എങ്ങനെയാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നു. എങ്ങനെയാ, വൊമിറ്റിങ്ങും അതേപോലെ ഒരുപാട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ഹൈപ്പോകലീമിയ, പൊട്ടാസ്യം എല്ലാം ലോസ് ആവാം ബോഡിയിൽ നിന്ന്. ഓക്കെ, പിന്നെ രണ്ടാമത് സെക്കൻഡറി ഹൈപ്പർ ആൽഡോസ്റ്റെറോൺ. അതായത് നമ്മുടെ ബോഡിയിൽ സോഡിയം കുറഞ്ഞ് വാട്ടർ കുറഞ്ഞ കണ്ടീഷനിൽ എന്തോ സംഭവിക്കും, റാസ് മെക്കാനിസം വഴി ആൽഡോസ്റ്റെറോൺ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ആൽഡോസ്റ്റെറോണിന്റെ ആക്ഷൻ എന്തോന്നാന്ന് ഞാൻ പറഞ്ഞ, എപ്പിത്തീലിയം സോഡിയം ചാനലിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സോഡിയത്തിനെ പൊട്ടാസ്യത്തിനെ കളയും, H+ കളയും എന്ന് പറഞ്ഞില്ലായിരുന്ന. അപ്പം അങ്ങനെ സെക്കൻഡറി ഒരു ഹൈപ്പർ ആൽഡോസ്റ്റെറോൺ എഫക്ട് കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് പൊട്ടാസ്യം ലോസ് ആവുന്നില്ലേ. ഓക്കെ, അങ്ങനെ ചെറിയ കാരണോട് അവർ പറയുന്നുണ്ട്, മൈൻഡ് ആക്കണ്ട. അങ്ങനെയും ഹൈപ്പോകലീമിയ ഉണ്ടാവും. ഓക്കെ, അടുത്ത ഹൈപ്പർ കലീമിയ ഉണ്ടാവാന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ ഒരു റിലേഷൻ ആണ്, pH is inversely proportional to K+. അതായത് pH കൂടി നിൽക്കുമല്ലേ, അസിഡിക് മീൻസ് കുറവ്, pH കുറഞ്ഞിരിക്കുമല്ലേ ഈ കണ്ടീഷനിൽ. അപ്പം പൊട്ടാസ്യം കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് അതിനവർ പറയുന്ന ഒരു മെക്കാനിസം ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഒരു സെല്ലിനകത്ത് പൊട്ടാസ്യം ആണോ സോഡിയം ആണോ കൂടുതൽ? നമ്മൾ മറ്റേ ATP പമ്പ് അടിച്ചില്ലായിരുന്ന, 3 സോഡിയം അകത്തോട്ട് 2 സോഡിയം, പക്ഷേ 3 സോഡിയം 2 പൊട്ടാസ്യം അകത്തോട്ട് വരും. 3 സോഡിയം 2 പൊട്ടാസ്യം. ഓക്കെ, അപ്പം ഈ അസിഡോസിസ് സംഭവിക്കുന്ന സമയത്ത്, അതായത് H+ കൂടുന്ന സമയത്ത് എഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം, ഈ ഇവിടുന്ന് സെല്ലിൽ നിന്ന് പൊട്ടാസ്യം എല്ലാം കൂടെ ബ്ലഡിലോട്ട് കൂടുമെന്നാ പറയുന്നത്. മനസ്സിലായോ? അസിഡോസ് സംഭവിക്കുന്ന സമയത്ത്, അസിഡോസ് H+ കൂടുന്ന സമയത്ത്, അതായത് pH കുറയുന്ന സമയത്ത് K+ കൂടുമെന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഇത് വെച്ചിട്ടാണ് പൊട്ടാസ്യം ട്രീറ്റ്മെന്റിൽ പൊട്ടാസ്യം സപ്ലിമെന്റ് വേണോ വേണ്ടെന്ന് അറിയാം. അതായത് ഹൈപ്പോ ആണെങ്കിൽ മാത്രം KCL കൊടുത്താൽ പോരെ ട്രീറ്റ്മെന്റിൽ. ഹൈപ്പർ കലീമിയ ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ നമ്മൾ പൊട്ടാസ്യത്തിന്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ KCL സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ വേറെ കാര്യമുണ്ട്, ഈ 2 സാധനവും ഹാർട്ടിന് പ്രശ്നമാണ്. ഓക്കെ, ഹൈപ്പർ കലീമിയ കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഏട്രിയൽ ഫിബ്രിലേഷൻ പറ്റിയാന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം ബോഡി കൂടിയ ഹൈപ്പർ കലീമിയ കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ഹൈപ്പോ കലീമിയ എന്ത് അറിത്മ്യ ഉണ്ടാക്കുന്ന പറയാമോ? പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, ഹൈപ്പോ പൊട്ടാസ്യം കുറയുന്ന, മഗ്നീഷ്യം കുറയുന്ന, പിന്നെ എറിത്രോമൈസിൻ ആയിട്ടുള്ള ഡ്രഗ്സ് ഇതെല്ലാം വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, ഇങ്ങനെ പല പോളിമോർഫിക് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ഓക്കെ, അപ്പം പൊട്ടാസ്യം ഹൈപ്പോ കലീമിയം പ്രശ്നമാണ് ഹാർട്ടിന്, ഹൈപ്പർ കലീമിയം പ്രശ്നമാണ്. അപ്പൊ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം കേട്ടോ കണ്ടീഷന്. കാരണം നമ്മൾ അസിഡോസിസ് തിരിച്ച് നോർമൽ ആക്കുന്ന സമയത്ത് അസിഡോസിസ് നോർമൽ ആക്കുമല്ലോ, അപ്പോൾ ഹൈപ്പോ കലീമിയ അടിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായേ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓരോ 4 hour
പോലും H+ പൊട്ടാസ്യവും സോഡിയം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ 1 hour കൂടുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതൊക്കെ അവർ രജിസ്ട്രേഷനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഇത്രയല്ല, ഇപ്പൊ സെറൽ ഇലക്ട്രോലൈറ്റ് ചെക്ക് ചെയ്യുക, അതൊന്നും ഓർത്തിരുന്നാലും കുഴപ്പമില്ല. സോഡിയം കുറഞ്ഞിരിക്കുകയെന്ന് ഓർക്കുക, പൊട്ടാസ്യം കൂടാൻ കുറയാം. ഓക്കെ. അടുത്ത മെയിൻ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് അല്ലെങ്കിൽ വീനസ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ABG നമ്മൾ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ സജി സാറൊക്കെ കാഷ്വാലിറ്റിയിൽ ആർട്ടറിയിലോട്ട് മറ്റേ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ, ABG ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു H+ കൂടിയിരിക്കുകയല്ലേ കീറ്റോൺ ബോഡിയുടെ കാരണം, pH കുറവായിരിക്കും. ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് PCO2 കുറവായിരിക്കും. ബൈകാർബണേറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ബൈകാർബണേറ്റും കുറവായിരിക്കും. അപ്പം ഒരുപാട് ചോദിക്കലായിരിക്കും അറിയത്തില്ല. ഓക്കെ, ഇത് 3 ഓർത്തിരിക്കാമല്ലോ. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ പേഷ്യന്റ് അബ്ഡോമിനൽ പെയിൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തെങ്കിലും പാൻക്രിയാറ്റിസ് ആണോ ചെക്ക് ചെയ്യേണ്ടി സെറം അമൈലേസും ലൈപ്പേസ് ഒക്കെ ചെക്ക് ചെയ്യും. ചിലപ്പോൾ നോർമൽ, ചിലപ്പോൾ എലിവേറ്റഡ് ഒക്കെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ട്രിഗറിംഗ് ഫാക്ടർ ഇല്ല. അപ്പം ടോട്ടൽ ഗ്ലൂക്കോസൈഡ് കൗണ്ട് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ഒരുപാട് ഡീഹൈഡ്രേഷൻ സംഭവം കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ നിന്നിട്ട് യൂറിയ ക്രിയാറ്റിൻ ഒക്കെ എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മള് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പോകലീമിയ ഇലക്ട്രോലൈറ്റ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ECG മോണിറ്റർ ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് ECG മോണിറ്ററിങ് എല്ലാം വേണം. ഓക്കെ. ഇനി പ്രശ്നക്കാരൻ എപ്പോഴാണ് സിവിയർ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡ് കീറ്റോണിന്റെ വാല്യൂ എത്ര, നോർമൽ എത്ര എന്നാ പറഞ്ഞത്? 0.6. അപ്പൊ ഇത് ഓർത്തത് മോർ ദാൻ 6 ഒക്കെ ആണെങ്കിൽ സിവിയർ ഡയബറ്റിക് കീറ്റോസിഡോസ് ആണ്. ഒരു പോയിന്റ്. 2 pH <7. pH <7 വന്ന അതായത് അസിഡിക് ആണെന്ന്, ഭയങ്കര അസിഡോസ് വന്ന വരുമ്പോഴും. മൂന്നാമത്തെയാണ് ബൈകാർബണേറ്റിന്റെ വാല്യൂ ഏകദേശം 20. ആർക്കെങ്കിലും അറിയോ നോർമൽ വാല്യൂ ബൈകാർബണേറ്റ്? 20 to 25 ആ റേഞ്ചിൽ അങ്ങാണ്ട. ഓക്കെ. അപ്പൊ നല്ല കുറഞ്ഞ ബൈകാർബണേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞാലും ഒരു കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഹൈപ്പോകലീമിയ, അതല്ല ഹൈപ്പർ കലീമിയ. പൊട്ടാസ്യത്തിന്റെ നോർമൽ വാല്യൂ എത്ര? 3.5 to 5.5. സോഡിയത്തിന്റെ 135 to 145. പിന്നെ ഒന്നോ രണ്ടോ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കേ. 136 to 146 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. 3.5 to 5 ഈ വാല്യൂ ഓർത്തിരിക്കണേ. ഈ പൊട്ടാസ്യത്തിന്റെ ഒരു 3.5 ആയാൽ തന്നെ ഡേഞ്ചറാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചാണ്. 3.5 കുറഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്തായാലും KCL അഡ്മിനിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അറിത്മിയ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും അതിനകത്തൊന്നാണ്. അപ്പം ഇതൊക്കെയാണ് സിവിയർ ഡയബറ്റിക് കീറ്റോസിഡോസിന്റെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ്. അപ്പൊ ഇതാണ് ഞാൻ ചുമ്മാ ഒരു ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞത്. സോഡിയം എത്ര ഉണ്ട്? നോർമൽ വാല്യൂ എത്ര? 136 to 135. അപ്പം 130 ആയി. ഹൈപ്പോനെട്രീമിയ ഉണ്ട്. ഓക്കെ. ഇവിടെ പൊട്ടാസ്യം എത്ര കൂടി നിൽക്കല്ലേ? 5.6, 3.5 to 5, 3.6. പൊട്ടാസ്യം ഹൈപ്പർ കലീമിയ ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ KCL കൊടുക്കല്ലേ. ക്ലോറൈഡ് നോക്കണ്ട, ബ്ലഡ് യൂറിയ, നൈട്രജൻ, യൂറിയയുടെ വാല്യൂ 15 to 45 ഉണ്ടല്ലേ? 40. എന്തായാലും 53 ഉണ്ട്, കൂടി നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ കിഡ്നിയുടെ ഫംഗ്ഷൻ, ഡീഹൈഡ്രേഷൻ ഒക്കെ അടിച്ച് കിഡ്നിയുടെ ഫംഗ്ഷൻ പോയി കിടക്കുക. ക്രിയാറ്റിൻ 0.7 to 1.4 കണ്ടില്ലേ? 1.6 ആയി. അപ്പം എല്ലാം പ്രശ്നം. റേറ്റ്സ് എന്തായാലും ചെക്ക് ചെയ്യണം, ഓർത്ത് വെച്ചേക്കുക. അടുത്ത ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു pH കുറഞ്ഞിരിക്കുക. അപ്പൊ നോർമൽ pH എന്ന് വെച്ചാൽ 7.3 to 7.4 ആട്ടോ. അപ്പൊ 7.3 താഴ്ന്നാൽ തന്നെ pH, 7 താഴണമെന്നില്ല, 7.3 താഴ്ന്നാൽ തന്നെ pH, 7.3 തന്നെ താഴ്ന്ന പ്രശ്നമാണ്, അസിഡോസിസ് ആണ്. ഓക്കെ. 7 താഴ്ന്നാൽ തന്നെ സിവിയർ ആണെന്ന് അർത്ഥം. ഓക്കെ. ലെസ് ദാൻ 7 ആണ് സിവിയർ ഡയബറ്റിക് അസിഡോസിസ് ആണ്. പിന്നെ PO2 നോക്കുന്ന, PCO2 ഞാൻ പറഞ്ഞു PCO2 നല്ല കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് 35 to 45 PCO2 നല്ല കുറവാണെന്ന് പറഞ്ഞു. ഓക്കെ. ബാക്കി ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മള് യൂഷ്വലി നമ്മൾ ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് പേഷ്യന്റ് പറയുന്നുണ്ടായിരിക്കുമല്ലോ ഈ ഇൻസുലിൻ എടുക്കാൻ മറന്നുപോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിരിക്കുമെന്ന് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ എന്തായാലും IV ഫ്ലൂയിഡ്സ് കൊടുക്കണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇലക്ട്രോലൈറ്റ്സ് എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. അതേപോലെ IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സാധാരണ റിംഗർ ലാക്റ്റേറ്റ് കൊടുക്കുന്നത്. ഇവിടെ
പലയിടത്തും പല കാരണം പറയുന്നുണ്ട്. റിംഗർ ലാക്ടേറ്റിന് ഒരു ലാക്റ്റിക് അസിഡോസിസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് റിംഗർ ലാക്ടേറ്റ് കൊടുക്കത്തില്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് 0.9% നോർമൽ സലൈൻ, സോഡിയം ക്ലോറൈഡ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, 0.9% നോർമൽ സലൈൻ കൊടുക്കുക. എന്നിട്ട് ഇത് ഓരോ മണിക്കൂർ ഇത്ര വെച്ച് ലിറ്റർ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് വായിച്ചാൽ മതി. ഓക്കെ, ഒരുപാട് പോയി. അപ്പൊ എന്നിട്ട് ഒരു 4 to 6 അവർ കഴിയുമ്പോൾ നമ്മൾ എന്ത് അറിയാമോ, ഈ സമയത്ത് തന്നെ നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇൻസുലിൻ കൊടുക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് കുറഞ്ഞു വരത്തില്ലേ? ഇൻസുലിൻ അതായത് 500-ലൊക്കെ കടന്ന് ഇൻസുലിൻ തിരിച്ച് കുറഞ്ഞു വരും. ആ ഓസ്മോട്ടിക് ഡയൂറോസിസ് ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ലോസ് ഒക്കെ തിരിച്ച് നോർമൽ ആവത്തില്ലേ? ഇലക്ട്രോലൈറ്റ് ലോസ് നോർമൽ ആവും. അപ്പൊ എന്ത് ചെയ്യും? ഈ നോർമൽ ആയിട്ട് പിന്നെയും നമ്മൾ ഈ IV ഫ്ലൂയിഡ്സ് ഒരുപാട് കൊടുത്തോണ്ടിരുന്ന സോഡിയം ഒക്കെ കൂടും. ഓക്കെ, സോഡിയം ഒക്കെ 155 ഒക്കെ എത്തും. അപ്പൊ ആ ഹൈപ്പർ നെട്രീമിയ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 0.9% നോർമൽ സലൈൻ ഉള്ളത് ഹാഫ് നോർമൽ സലൈൻ കൊടുക്കണം. ഓക്കെ, 0.45% നോർമൽ ഇതിനെ കൊടുക്കുന്ന വെച്ചാൽ ഈ ഹൈപ്പർ നെട്രീമിയ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് തന്നെ ഇൻസുലിൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇൻസുലിൻ കൊടുക്കുന്ന നോർമൽ ആവും, ഇലക്ട്രോലൈറ്റ് ലോസ് ഒക്കെ തിരിച്ച് നോർമലായി ഹൈപ്പർ നെട്രീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 0.45% നോർമൽ സലൈൻ ആവും. പിന്നെ ഞാൻ ഇൻസുലിൻ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ തിരിച്ചൊരു 250 ലെസ് ദാൻ 250 ഒക്കെ ആയെന്ന് വിചാരിച്ചു ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പൊ ഒരുപാട് ഹൈപ്പോഗ്ലൈസീമിയ ആവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് കുറയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ 5% എക്സ്ട്രോസ് കൂടെ കൊടുക്കും. ഓക്കെ, 5% എക്സ്ട്രോസ്. അപ്പൊ ഇൻസുലിൻ കാരണം ഈ ഗ്ലൂക്കോസ് സെല്ലിലോട്ടൊക്കെ കയറിക്കോളൂ. ഓക്കെ, ഇൻക്രീസ് ഗ്ലൂക്കോസ്. ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാൻ വേണ്ടിയാണ് 5% എക്സ്ട്രോസ് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര ലിറ്റർ വെച്ചുള്ളത് നിങ്ങൾ വായിച്ചു, എനിക്ക് മനസ്സിലാവുന്നില്ല വായിച്ചിട്ട്. അടുത്ത നമ്മൾ ഇൻസുലിൻ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കുറെ ടൈപ്പ് ഇൻസുലിൻ പറഞ്ഞായിരുന്നു. റെഗുലർ ഇൻസുലിൻ ഏത് ടൈപ്പ് ഇൻസുലിനാ? ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ്, ഏത് ആക്ടിങ് ആയിരുന്നു? ഷോർട്ട് ആക്ടിങ് ആണ് റെഗുലർ ഇൻസുലിൻ. പിന്നെ അതിനൊരു ഗുണമുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ടല്ലേ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് IV അല്ലെ IM ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് റെഗുലർ ഇൻസുലിൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം എവിടെയെങ്കിലും പെരിഫറൽ ഇരിക്കുവാന്ന് വിചാരിച്ചു, ഇപ്പൊ രാത്രിയിലുള്ള പേഷ്യന്റ് വരും, നമുക്ക് IV നോക്കിയിട്ട് കിട്ടിയില്ല, നമുക്ക് IM ആയിട്ടും കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് IM ആയിട്ടും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് റെഗുലർ ഇൻസുലിൻ ആദ്യം ഭയങ്കര ബോളസ് ആയിട്ട് കൊടുക്കുക, പിന്നെ ഇൻഫ്യൂഷൻ ആയിട്ട് റെഗുലർ ഇൻസുലിൻ കൊടുക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇൻസുലിൻ കൊടുക്കുമ്പോൾ റാപ്പിഡ് ആയിട്ട് ഇപ്പൊ 600 എന്നുള്ളതിൽ സഡൻ ആയിട്ട് ഉടനെ 250 കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഓക്കെ, റാപ്പിഡ് ഡിക്രീസ്, പ്രത്യേകിച്ച് കുട്ടികൾ, ഇതിപ്പോ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് കുട്ടികളിലെ വരുന്നുണ്ട്. റാപ്പിഡ് ആയിട്ട് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് കുറച്ചാൽ കുട്ടികൾക്ക് സെറിബ്രൽ എഡിമയും ഉടനെ വെച്ചിട്ട് മരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പെട്ടെന്ന് സഡൻ ചേഞ്ച് ഇൻ ഓസ്മോളാലിറ്റി അല്ലേ, പെട്ടെന്ന് ഗ്ലൂക്കോസിനെ തിരിച്ച് നോർമൽ ആക്കുന്ന സമയത്ത് ഓസ്മോളാലിറ്റി എന്താ ചേഞ്ച് ചെയ്തിട്ട് സെറിബ്രൽ എഡിമ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് കൊച്ചു ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡേവിഡ്സനെ ഒരുപാട് എടുത്ത് പറയുന്നുണ്ട് റാപ്പിഡ് ഡിക്രീസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പൊ നമ്മൾ പയ്യെ ഓരോ സമയത്ത് പയ്യെ ഗ്ലൂക്കോസിനെ തിരിച്ച് നോർമൽ ആക്കുക. ഓക്കെ, പിന്നെ ആഡിക്വറ്റ് ആയിട്ട് IV ഫ്ലൂയിഡ്സും ഇൻസുലിൻ തന്നെ കൊടുത്താൽ നമ്മൾ ഈ അസിഡോസിസ് പാർട്ട് ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അസിഡോസിസ് പാർട്ട്, കീറ്റോൺ ബോഡിയൊക്കെ കുറഞ്ഞിട്ട് അസിഡോസിസ് പാർട്ട് ക്ലിയർ ആവും. പിന്നെ ഞാൻ പറഞ്ഞു ഹൈപ്പോകലീമിയ ആണെങ്കിൽ മാത്രമേ നമ്മൾ KCL കൊടുക്കാവുള്ളൂ. ഓക്കെ, KCL 20 to 40 മില്ലി ഇക്വലൻസ് പെർ അവർ ആയിട്ട് KCL കൊടുക്കും. 3.5 താഴെയാണെങ്കിൽ മാത്രമേ നമ്മൾ KCL കൊടുക്കാവുള്ളൂ. പിന്നെ ഒന്നാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ അസിഡോസിസ് അല്ലേ, അപ്പൊ നമുക്കൊരു ആൽക്കലൈസിങ് ഏജന്റ് സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കും സോഡിയം ബൈകാർബണേറ്റ്. പക്ഷേ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എടുത്ത് പറയുന്നുണ്ട്, ഹാരിസണിനകത്തും പറയുന്നുണ്ട്, ഡേവിഡ്സണും പറയുന്നുണ്ട്. pH ലെസ് ദാൻ 7 ആണെങ്കിൽ മാത്രം സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കാവുള്ളൂ. നമ്മൾ പറഞ്ഞു 7.4 എങ്ങാണ്ട് നോർമൽ എന്ന് പറഞ്ഞില്ലേ. ഇപ്പം 7.1 ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കണ്ട. pH ലെസ് ദാൻ 7 ആണെങ്കിൽ മാത്രം നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കാവുള്ളൂ. അതിന് അവർ പറയുന്ന ഒരു കാരണം ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മളിപ്പം കൊടുത്തെന്ന് വിചാരിച്ചു, ബൈകാർബണേറ്റ് കൊടുത്തു. ഓക്കെ, ബൈകാർബണേറ്റ് ആൽക്കലോസിസ് സംഭവിക്കും. pH നേരെ കൂടും. pH കൂടും. ഓക്കെ, ആൽക്കലോസ് pH കൂടും. അപ്പൊ ഞാൻ നേരത്തെ ഒരു റിലേഷൻ പറഞ്ഞായിരുന്നു, pH is inversely proportional to potassium എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, pH കൂടുന്ന സമയത്ത് pH ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെല്ലിലോട്ട് തിരിച്ച് ഇൻഫ്ലക്സ് നടക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അസിഡോസിസ് സംഭവിക്കുന്ന സമയത്ത് പൊട്ടാസ്യം എഫ്ലക്സ് നടക്കും, നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഹൈപ്പർ കലീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ആൽക്കലോ സംഭവിക്കും. അതായത് നമ്മൾ ഒരുപാട് സോഡിയം ബൈകാർബണേറ്റ് കൊടുത്താൽ ആൽക്കലോ സംഭവിക്കും. അങ്ങനെ പൊട്ടാസ്യം തിരിച്ച് സെല്ലിൽ നിന്ന് പുറത്തോട്ട് ഇൻഫ്ലക്സ് ഇൻടു സെൽ
അങ്ങനെ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയും, ഹൈപ്പോക്കലീമിയ. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് സോഡിയം ബൈകാർബണേറ്റ് കൊടുത്ത് ഹൈപ്പോക്കലീമിയ വന്ന് പേഷ്യന്റിന് അറിത്മിയ വന്ന് മരിച്ചു. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ സോഡിയം പൊട്ടാസ്യത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കെയർ കൊടുക്കണം. പെട്ടെന്ന് ചാടി പിടിച്ചൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അത് ലെസ്-7 ആണെങ്കിൽ മാത്രം കൊടുക്കാവുള്ളൂ. ഓക്കെ. പിന്നെ പറഞ്ഞ കണക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, അതിനെ ട്രീറ്റ് ചെയ്യുക. എന്തെങ്കിലും എന്താണ് കാരണം അതിനെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഇൻസുലിൻ ഒക്കെ നോർമൽ ആയതിനു ശേഷം പിന്നെ പേഷ്യന്റ് സബ്ക്യൂട്ടീനിയസ് ഇൻസുലിൻ എടുക്കാൻ പറയാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഹലോ, ഏതെങ്കിലും പാർട്ട് മനസ്സിലാവാത്ത? ഓക്കെ, അപ്പൊ ഇതാണ് എസ് 20 year old യങ് ബോയ്. അപ്പം ഏജ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഏത് ഡയബറ്റീസ് ടൈപ്പ് 1 ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, യങ് ബോയ്. ഇത് ഹിസ്റ്ററി ഓഫ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. നോസിയ വോമിറ്റിംഗ് എന്തുകൊണ്ടുണ്ടായ? പിന്നെ പെയിൻ അബ്ഡമൻ. നമുക്ക് കാരണം അറിയാവോ? ഇല്ല. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. He also gives excessive thirst and loss of weight. അതെന്തിനാ കാണിക്കുന്നത്? Osmotic diuresis. Answer the following. What is your diagnosis? Say type 1 diabetes mellitus, diabetic ketoacidosis. Okay. How will you investigate? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ബ്ലഡ് കീറ്റോൺ നോക്കുക, ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുക, എല്ലാം നോക്കുക, AB ചെയ്യുക, ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യുക. അതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഹൗ വിൽ യു മാനേജ്? മാനേജ്മെന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് IV ഫ്ലൂയിഡ്സും ഇൻസുലിൻ കൊടുക്കുക, പൊട്ടാസ്യം KCl വേണമെങ്കിൽ കൊടുക്കുക, ബൈകാർബണേറ്റ് pH <7.3 ആണെങ്കിൽ കൊടുക്കുക. ഓക്കെ. പിന്നെ ഇതൊക്കെ പ്രീവിയസ് ആയിട്ടോ ഡ്രഗ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് ഡിസ്കസ് ചെയ്ത് സൾഫനൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻസുലിൻ കോസ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ ഇത് നാളെ എടുക്കും, കോംപ്ലിക്കേഷൻ നാളെ എടുക്കും. ഓക്കെ. പിന്നെ ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം പറയട്ടെ. എന്തോടാ? ഹലോ, പറഞ്ഞു. ഇന്ന് നാസിബ ഉച്ചയ്ക്ക് മെഡുലറി കാഴ്ചമത്താരോട് വിളിച്ചപ്പോ മെൻ സിൻഡ്രോം പറഞ്ഞായിരുന്നു. അപ്പൊ അത് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഓക്കെ, വേണ്ടായിരുന്നോ? വേണം. മെൻ സിൻഡ്രോമിന് ന്യൂമോണിക് ആണ്. അപ്പം മെൻ 1 ഉണ്ട്, മെൻ 2A ഉണ്ട്, 2B അല്ലെ 3. ഓക്കെ, അങ്ങനെ 3 ആയിട്ടാണ് ഉള്ളത്. ഓർത്തിരിക്കാൻ ആദ്യത്തിനകത്ത് 3 P വെച്ചുള്ള സാധനമാണ് തുടങ്ങുന്നത്. രണ്ടാമത്തിനകത്ത് വന്നപ്പോ ഒരു P കുറഞ്ഞു, ഒരു M കയറി വന്നു. മൂന്നാമത്തിനകത്ത് ഇപ്പൊ 2 M കൂടി. ഓക്കെ, 3 P 2 P 1 P. ഓക്കെ. ഓക്കെ, അപ്പൊ ഒന്നാമത്തിനകത്ത് മെൻ 1-നകത്ത് പിറ്റ്യൂട്ടറി ട്യൂമർ, ഏതെങ്കിലും ട്യൂമറിന്റെ പേര് പറയണമെന്നില്ല, ജസ്റ്റ് പിറ്റ്യൂട്ടറി ട്യൂമർ, അതൊക്കെ MCQ വൈസ് ആണ്. പാങ്ക്രിയാസിന്റെ ട്യൂമർ. ഓക്കെ, പാങ്ക്രിയാറ്റിക് ട്യൂമർ. പിന്നെ പാരാതൈറോയിഡിന്റെ പ്രശ്നം. ഓക്കെ, പാരാതൈറോയിഡ് ഹൈപ്പർപ്ലേസിയ അല്ലെ ഹൈപ്പർ പാരാതൈറോയിഡിസം. ഓക്കെ, പാരാതൈറോയിഡിന്റെ അപ്പൊ P വെച്ച് പിറ്റ്യൂട്ടറി, പാങ്ക്രിയാസ്, പാരാതൈറോയിഡ്. കുഴപ്പമില്ലല്ലോ. അടുത്ത മെൻ 2A. അപ്പം ഈ പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിന്റെ പ്രശ്നം ഇവിടെയുണ്ട്, മെൻ 2A-യിലുണ്ട്. ഓക്കെ. പിന്നെ ഒന്നാണ് ഫിയോക്രോമോസൈറ്റോമ. അത് വേറെ ക്ലാസ് എടുക്കുക, ഫിയോക്രോമോസൈറ്റോമ. പിന്നെ ഇന്ന് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് പഠിച്ച മെഡുലറി കാർസിനോമ തൈറോയിഡ്. ഒരു M വന്നെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, 2 P 1 M ആയി. അടുത്ത മെൻ 2B. ഈ മെൻ 2A സിപ്പിൾ സിൻഡ്രോം എന്നങ്ങോട്ട് പറയും കേട്ടോ. സിപ്പിൾ സിൻഡ്രോം വേണ്ട. മെൻ 2B അല്ലെ 3. അപ്പൊ 2 M ഉണ്ട്, ഒരു P ഏതാന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ ഫിയോക്രോമോസൈറ്റോമ തന്നെ. ഫിയോക്രോമോസൈറ്റോമ വേറെ ക്ലാസ് എടുക്കും, അപ്പൊ പറയും. ഓക്കെ, ഫിയോക്രോമോസൈറ്റോമ തന്നെ. പിന്നെ മെഡുലറി കാർസിനോമ ഇന്ന് പഠിച്ച നമ്മൾ ടോപ്പിക്. അപ്പൊ ഈ മെഡുലറി കാർസിനോമ ഇവിടെ ഉണ്ടെന്ന് അനാസ്റ്റിക പറഞ്ഞായിരുന്നു. പിന്നെ ഒരു M അവള് പറഞ്ഞായിരുന്നു, മറ്റേ ഗാംഗ്ലിയോണിക് ന്യൂറോമ. അപ്പൊ മെഡിസിനും അവ ഉണ്ടാവും പറഞ്ഞില്ലേ? അപ്പൊ മ്യൂക്കോസൽ അല്ലേ ഉണ്ടാവുന്നത്? മ്യൂക്കോസൽ ന്യൂറോമ, ആർഫനോഡ് ഫേഷ്യസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, തൽക്കാലം ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ 3 P 2 P 1 P. ഓക്കെ, 3 P പിറ്റ്യൂട്ടറിയുടെ ട്യൂമർ, പാങ്ക്രിയാസിന്റെ ട്യൂമർ, പാരാതൈറോയിഡിന്റെ പ്രശ്നം. ഹലോ, എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. എനിക്ക് കോള് വന്നേ. ടാറ്റ.